അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ രാത്രി ലൈവിൽ ആദിലയും നൂറയും കൂടെ ചേർന്നിട്ട് അനുമോളടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീണ്ടും പുറമേ നിന്ന് കുത്താനുള്ള പരിപാടിയൊക്കെയാണ് ഈ ആദില നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ ഉറപ്പായിട്ടും. അപ്പം ഇവിടെ ആദിലയുടെ വീണ്ടും പഴയ ഒരു സ്വഭാവം വീണ്ടും ആദില എടുത്തുകൊണ്ടേ വരുവാണ്. ഇപ്പം ഫുള്ള് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ലൈവിനകത്ത് ഫുള്ളും. അപ്പം ആദില ഇന്നലെ അനുമോക്ക് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോക്ക് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയെല്ലാം ഈ അതിൽ നോക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കൂടെ നിന്നിട്ട് സമയമാകുമ്പോഴത്തേക്ക് കാല് വരുന്ന പരിപാടിയാണല്ലോ അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനുമോളെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിൽ ഇപ്പം ഇനി വരുന്ന ടാസ്കിൽ ഈ നെവിൻ്റെ കുപ്പിയെല്ലാം റിജക്റ്റ് ചെയ്ത് കളയണമെന്നാണ് ഈ അതിൽ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെവിനും അക്ബറും കൂടെ അവിടെ ഒരു ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് നോമിനേഷൻ ഫീ ആവാൻ വേണ്ടിയിട്ട് കോയിൻ നെവിൻ കൊടുത്ത് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഈ അക്ബറും നെവിനും തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ്, ഇനിയുള്ള മുമ്പിലോട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്കിനായിക്കോട്ടെ നോമിനേഷനായിക്കോട്ടെ അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഈ കോയിൻ കിട്ടിയാൽ അക്ബർ സേഫ് ആകുമെന്നും അതുകൊണ്ട് നെവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ അക്ബർ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കേട്ടെന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയുവാണ്, അതുകൊണ്ട് ഈ നെവിൻ കൊണ്ടുവരുന്ന ബോട്ടിലല്ല റിജക്റ്റ് ചെയ്ത് കളയണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാസ്കിനകത്ത് ഉടായ്പും കള്ളക്കളിയും കാണിച്ച് ലാലേട്ടൻ വരുന്ന സമയത്ത് അത് ചോദ്യം ചെയ്ത് അനുവിനെ നിർത്തി പൊരിക്കണം. അതാണ് ഈ ആദിലയ്ക്ക് വേണ്ടത്. അപ്പോൾ അനു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ടാസ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ നല്ല സത്യസന്ധമായിട്ടും വ്യക്തതയോടും ഞാൻ ചെയ്യും. അതിനകത്ത് കള്ളത്തരം കാണിക്കത്തേയില്ല. ആരാണ് നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് അവരെ അക്സെപ്റ്റ് ചെയ്യും, ആരാണ് മോശമായിട്ട് കൊണ്ടുവരുന്നത് അവരെ ചെക്ക് ചെയ്തിട്ട് അത് റിജക്റ്റ് ചെയ്യും. അല്ലാതെ ഒരാൾക്കും ഞാൻ ഫേവറിസം കാണിക്കത്തേ ഇല്ലെന്ന് അനുമോള് അവിടെ വായടപ്പിച്ച് തന്നെ സംസാരിച്ചു. പക്ഷെ നൂറാക്ക് അനുമോളെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നൂറ പറയുന്നുണ്ട് അനുമോളെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ തന്നെ കളിക്കണമെന്ന് നൂറ പറയുന്നുണ്ട്. കാരണം സത്യസന്ധമായിട്ട് കളിക്കണം. കാരണം ടാസ്ക് എടുത്ത് നോക്കുവാണെങ്കിൽ അനുമോൾ ഇവിടെ സത്യസന്ധമായിട്ടാണ് ഗെയിം കളിച്ചിരിക്കുന്നത്. അനുമോളെ ഗെയിം സൂപ്പറായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടാസ്കിൽ കുറച്ചെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള അനുമോളും അനീഷുമാണ്. നല്ല രീതിയിൽ പറഞ്ഞാൽ അനുമോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ. കാരണം അങ്ങനെ വേണം ആ ടാസ്ക് കളിക്കാനെ കൊണ്ട്. സത്യസന്ധമായിട്ട് കളിക്കണം, അതാണ് വേണ്ടുന്നത്. അനീഷും കുറച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അനീഷിൻ്റെ ഒന്ന് ഇച്ചിരി കൺട്രോൾ പോയി, ദേഷ്യം വന്നു. അതുപോലെ അവിടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ബിഗ് ബോസ് കൊടുത്ത പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗെയിമിനൊരു ആ ഒരു ടാസ്കിന് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന എന്താണോ അത് നടക്കും. കാരണം അടിയും പിടിയൊക്കെയാണല്ലോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. അതും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസും ഇതുപോലെ നൂറയും അതുപോലെ ആദിലയും ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറിനെ പറ്റിയിട്ട്. ഇന്ന് അക്ബറിൻ്റെ ഗെയിമൊക്കെ പൊളിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട്, എനിക്ക് അനീഷിൻ്റെ ഗെയിമും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അനീഷിൻ്റെ ഇതിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അനുമോൾ കുളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ആദിലുണ്ടല്ലോ കുലസ്ത്രീ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിന് പൗഡറും മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തോന്ന്, ക്രീമൊക്കെ തേച്ച് കൊടുത്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആദിലയുടെ ക്യാരക്ടർ എനിക്ക് ഇപ്പം വന്ന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ ആദിലെയും നെവിനെയും കാണുമ്പം തന്നെ നമുക്കിപ്പോൾ ദേഷ്യം വരുവാണ്. അതുപോലെ വെറുപ്പിക്കുവാണ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പം എനിക്കൊന്ന് ഈ ഒരു ടാസ്കും പിടിച്ചുകൊണ്ട് അനുവിൻ്റെ കൂടെ നിന്നിട്ട് അനുവിൻ്റെ കാല് വരാനുള്ള പരിപാടിയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വേറൊരു സംസാരവും, അപ്പം ഈ ഷാനവാസിൻ്റെ അടുത്തും അതുപോലെ അവരുടെ അടുത്തൊക്കെ ചെന്നിട്ട് വേറൊരു സംസാരമാണ് ഇപ്പം ആദില സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ടാസ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലും അനുവിനെ കൊണ്ടിട്ട് ഈ മറ്റുള്ളവരെ കുപ്പി റിജക്റ്റ് ചെയ്ത് നെവിൻ്റെ കുപ്പികളൊക്കെ റിജക്റ്റ് ചെയ്ത് കൂടെ നിന്നിട്ട് മൊത്തം ക്യാൻസൽ ചെയ്ത് റിജക്റ്റ് ചെയ്ത് ലാസ്റ്റ് വിടണം. എന്നിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന സമയത്ത് അനുവിനിട്ട് ഫയർ കൊടുക്കണം. അതാണ് ഈ ആദിൽ ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് നെവിനോടുള്ള ദേഷ്യം തീർക്കുമായിട്ടാണ്, ആ ഒരു ദേഷ്യം അനുവിനെ വെച്ച് തീർക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ ആദിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ അനീഷും നല്ല രീതിയിലാണ് ഗെയിം കളിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ഗെയിം കളിച്ചു, സത്യസന്ധതയോടുകൂടി. പുള്ളിക്കാരിക്ക് കൊടുത്ത ക്യാരക്ടർ അതുപോലെ നല്ലപോലെ ഭംഗിയായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്, സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി ഉണ്ടാക്കുക എന്നത് ഓണറിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഓണർ നല്ലപോലെ അനീഷിൻ്റെ കിട്ടിയ ക്യാരക്ടർ പുള്ളി നല്ലപോലെ അത് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനുവിൻ്റെ ഡ്യൂട്ടിയും പുള്ളിക്കാരിയെ നല്ലോണം ചെയ്തു. അത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും പ്യൂരിറ്റിയൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അത് ക്വാളിറ്റി ചെക്കറിൻ്റെ കടമയാണ്. പുള്ളിക്കാരി അത് നല്ലപോലെ ചെക്ക് ചെയ്തു.
അത് എടുക്കാൻ പറ്റുന്നത് എടുത്തു, ബാക്കി റിജക്റ്റ് ചെയ്തു. അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് എടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമില്ല, വേസ്റ്റ് പ്രോഡക്റ്റ് എത്തിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി അവിടെ സത്യസന്ധമായിട്ട് പുള്ളിക്കാരിയുടെ ആ ഒരു ഈ റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വെറുതെ അതിന് ഫ്രീ ആയിട്ട് കോയിൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ മാത്രം അതെടുത്തിട്ട് കോയിൻ കൊടുക്കുക. അതല്ലാതെ വെറുതെ കോയിൻ കൊടുത്തിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയും നോക്കാതെ കൊള്ളാത്ത പ്രോഡക്റ്റ് എടുത്തിട്ട് ചളങ്ങിയതും അതുപോലെ ലീക്കായതും അപ്പം ഒട്ടും ഹൈജീൻ ഇല്ലാത്ത വൃത്തിയില്ലാത്ത പ്രോഡക്റ്റ് ഒക്കെ എടുത്തിട്ട് അതിന് കോയിൻ കൊടുത്തിട്ട് വെറുതെ എന്തിനാ അവിടെ ഉള്ള ആൾക്കാരെ കുറേ മഴവാരകളെ നോമിനേഷൻ ഫ്രീ ആക്കേണ്ട? അതിൻ്റെ ഒരു കാര്യമില്ല. അനു കളിച്ച കളിയാണ്, അനു ചെയ്ത ക്യാരക്ടറാണ് കറക്റ്റ്. പിന്നെ ജിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷൻ ഒരു ടീമിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ആ ഒരു പുള്ളിക്കാരൻ കളിച്ച ഒരു ഡിഫറൻസ് നല്ലപോലെ നമുക്ക് അവിടെ ഫീൽ ചെയ്തു. ലൈവ് കണ്ട ആൾക്കാർക്ക് അത് മനസ്സിലായി കാണും. ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് ജിഷൻ അത് കളിച്ചതെന്ന് നല്ലപോലെ അറിയാൻ പറ്റും. അതുപോലെ ഇപ്പം ഇത് ഒന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീക്ക്ലി ടാസ്ക് ആണ്. അല്ലാതെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്ത് അത് ക്വാളിറ്റി ചെക്കർമാരെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അല്ലാതെ ഒരു ടീമിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ലീക്കുള്ളൊരു ബോട്ടിലും അതുപോലെ എണ്ണ വീണ് കിടക്കുന്നതും അതുപോലെ ഒട്ടും വൃത്തിയില്ലാത്തതും ചളങ്ങിയിരിക്കുന്നതൊക്കെ ഒരു ബോട്ടിൽ എങ്ങനെ ഒരു ക്വാളിറ്റി ചെക്കർ അപ്രൂവ് ചെയ്യും? അതൊരിക്കലും അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അനുവിൻ്റെ സ്റ്റാൻഡ് കറക്റ്റായിട്ട്, അനുവിൻ്റെ ആ റോള് പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അനു അവിടെ നിന്നിട്ടുള്ളത്. കാരണം ഏതൊരു ക്വാളിറ്റി ചെക്കർ ഓഫീസറാണ് ഈ പറഞ്ഞിട്ടുള്ളത് ബോട്ടിലൊക്കെ ചെക്ക് ചെയ്യാതെ ഇതുപോലെ വൃത്തിയില്ലാത്തതും അഴുക്കുള്ളതും ലീക്കായിട്ടുള്ളതും ബോട്ടിൽ അപ്രൂവ് ചെയ്യുന്നത്? അപ്പം ജനങ്ങളെ പ്രതിനിധിയായിട്ട് തന്നെയാണ് അനുമോൾ അവിടെ കള്ളത്തരം കാണിക്കാതെ നിന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ക്വാളിറ്റി ചെക്കർമാരെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവിടെ ഓണറും ഈ ക്വാളിറ്റി ചെക്കർമാരുമാണ് ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ ഈ ഏജന്റുമാർ ചെന്ന് കയറി കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് അവിടെ ആ ടാസ്ക് ഫെയിലാക്കാനുള്ള, ടാസ്ക് പൊട്ടാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം ഇവിടെ ഓണേഴ്സും അതുപോലെ ക്വാളിറ്റി ചെക്കർമാരുമാണ് അവിടെ ഒരു ഡീൽ ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ ഈ ഏജന്റുമാർ കയറി വന്നിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിനകത്ത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ക്വാളിറ്റിയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പം അതിൽ ഒരു ഇതുമില്ലാതെ ഫ്രണ്ട്ഷിപ്പും ഒന്നും നോക്കാതെ അനുമോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്കായിട്ട് എടുത്തു. സത്യസന്ധമായിട്ട് തന്നെ അത് ആ ഗെയിം കളിച്ചു. ഈ സെക്കൻഡ് റൗണ്ടും ചളങ്ങിയ വോട്ടിലൊക്കെ അപ്രൂവ് ചെയ്തായിരുന്നെങ്കിൽ അടുത്ത വട്ടവും അവർ അത് തന്നെ അപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. ചളങ്ങിയ വോട്ടിൽ തന്നെ ഇവർ കൊണ്ട് കൊടുക്കുകയും ചെയ്തേനെ. അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടായേനെ. ആദ്യത്തെ റൗണ്ട് എന്തുകൊണ്ട് ചളങ്ങിയ വോട്ടിൽ അപ്രൂവ് ചെയ്ത് രണ്ടാമത്തെ റൗണ്ട് അപ്രൂവ് ചെയ്തില്ല എന്നൊരു സംസാരം ഉണ്ടായി, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് ആദ്യത്തെ റൗണ്ട് ഇത് റിജക്റ്റ് ചെയ്ത് വിട്ടുകൊണ്ട് അത് നന്നായി. അല്ലെങ്കിൽ അതെടുത്തായിരുന്നെങ്കിൽ സ്വീകരിച്ചായിരുന്നെങ്കിൽ വീണ്ടും അത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. ആ ചളങ്ങിയ വോട്ടിലുമായിട്ട് ഇവർ വീണ്ടും വരെയും ചെയ്തേനെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് ലെറ്ററിനകത്ത് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സാമ്പിളാണ് ഉണ്ടാക്കി കാണിക്കേണ്ടതെന്ന്. പക്ഷേ അനീഷ് അവിടെ കാണിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ അനീഷിൻ്റെ ഗെയിമും അനീഷിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടറൊക്കെ നല്ല വൃത്തിയായിട്ട് പുള്ളിക്കാരനും ചെയ്തിട്ടുണ്ട്. അനീഷിൻ്റെ ഗെയിമും നല്ലതായിരുന്നു. എന്തായാലും ബോട്ടിൽ ടാസ്കിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആരെ ഗെയിമായിരുന്നു നല്ലത്, ആരെ ഗെയിമാണ് മോശം എന്നൊക്കെ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം